നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ഓരോ വർഷത്തെയും മികച്ച സിനിമകളെയും പ്രകടനങ്ങളെയും സത്യസന്ധമായി വിലയിരുത്തുന്നതിൽ പ്രധാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മിക്കപ്പോഴും പരാജയപ്പെടാറുണ്ട്. സിനിമയിലെത്തി വർഷങ്ങളായെങ്കിലും വിനായകൻ എന്ന നടനെ പ്രേക്ഷകർ ഏറെ സ്നേഹിച്ചതും തിരിച്ചറിഞ്ഞതും കമ്മട്ടിപ്പാടത്തിലൂടെയാണ്. രാജീവ് രവി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ഗംഗ എന്ന കഥാപാത്രം അത്രമാത്രം സ്വാഭാവികതയോടെയായിരുന്നു വിനായകൻ അവതരിപ്പിച്ചത്. ഗംഗയെ നിരൂപകരും പ്രേക്ഷകരും ഒരുപാട് വാഴ്ത്തിയെങ്കിലും വിനായകനെ തേടി ഇതുവരെ ഒരു പുരസ്കാരവും എത്താത്തത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ മറ്റേതൊരു അവാർഡിനേക്കാളും വിലമതിക്കുന്ന ഒരപൂർവ അംഗീകാരമാണ് കൂറ്റനാട് എന്ന ഗ്രാമം വിനായകന് നൽകിയത്. കൂറ്റനാട് നേർച്ചയിൽ ആഘോഷ കമ്മിറ്റിക്കാർ ഉയർത്തിയ വിവിധ തിടമ്പുകളിലൊന്ന് കമ്മട്ടിപ്പാടത്തിലെ ഗംഗയുടേതായിരുന്നു. ഫിദൽ കാസ്ട്രോവിന്റെയും അബ്ദുൽ കലാമിന്റെയും മുഖങ്ങളുള്ള തിടമ്പിനൊപ്പമായിരുന്നു ഗംഗയുടെയും സ്ഥാനം. വലിയ ആഘോഷത്തോടെയാണ് ചെർപ്പുളശ്ശേരി ആനന്ദപത്മനാഭൻ എന്ന ആനയുടെ മുകളിൽ വിനായകന്റെ മുഖമുള്ള തിടമ്പുയർത്തിയത്. 50 അംഗ ടീമായിരുന്നു വിനായകന്റെ തിടമ്പൊരുക്കിയത്. കഴിഞ്ഞ വർഷം ആട് ഭീകരജീവിയാണ് എന്ന ചിത്രത്തിലെ ജയസൂര്യ അവതരിപ്പിച്ച ഷാജി പാപ്പന്റെ ചിത്രമായിരുന്നു ഇവർ ആനപ്പുറത്തേറ്റിയത്. ഈ വാർത്തയോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.